അസ്സാം വലൈക്കും വറഹമത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അല റസൂലില്ലാ വഅല ആലിഹി വസുഹാബി അജ്മൈൻ അമ്മാബാദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നീതിയോടുകൂടെ ജീവിക്കണം എന്ന് അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്. അത് സത്യവിശ്വാസികളോട് നമുക്ക് ഈമാൻ ഉണ്ടെങ്കിൽ ആ ഈമാനിനെ അടയാളമായി നമ്മളിൽ ഉണ്ടാവേണ്ട കാര്യമാണ്. യാ അയ്യുഹലദിന ആമനു കോമു കവ്വാമീന ബിൽ ഖിസ്തി ഷുഹദ അലില്ലാന്നാണ്. നമ്മൾ നീതിയോടുകൂടെ അല്ല ഖവ്വാമീന എന്ന് പറഞ്ഞാൽ നീതി പരിപൂർണമായി ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും കണിശമായി പാലിച്ചുകൊണ്ട് ജീവിക്കണം എന്നാണ് നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ നീതി നമ്മുടെ കടമകളിലാണ് നമ്മൾ ആ നീതി പുലർത്തേണ്ടത്. നമുക്ക് അള്ളാഹുവോട് കടമുണ്ട്, അതേപോലെ തന്നെ സൃഷ്ടികളോടും കടമുണ്ട്. അപ്പോൾ ഈ ഒരു കടമകളെ നമുക്ക് മനസ്സിലാക്കി തരുന്ന വളരെ ലളിതമായ എന്നാൽ സമ്പൂർണമായ ആശയങ്ങൾ ഈ ആയത്തിൻ്റെ തഫ്സീറുകൾ നമുക്ക് കാണാൻ പറ്റും. അതിൽ നമ്മൾ അള്ളാഹുവോടുള്ള കടമയിൽ നമ്മൾ നീതി പുലർത്തുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ഏതൊരനുഗ്രഹത്തെയും അവനെതിര് പ്രവർത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് കണ്ണ് തന്നു, അപ്പോൾ ആ കാഴ്ച അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതിൽ ഉപയോഗിക്കാതിരിക്കുക. അള്ളാഹു നമുക്ക് സമ്പത്ത് തന്നു, ആ സമ്പത്തിനെ നമ്മൾ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വഴിയിൽ ചിലവഴിക്കാതിരിക്കുക. ആ സമ്പത്ത് കൊണ്ട് അള്ളാഹു നിഷിദ്ധമാക്കിയതിന് ആ സമ്പത്തിനെ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. എത്ര വിശാലമായിട്ടുള്ള ഒരു ആശയമാണത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അള്ളാഹു തന്ന അനുഗ്രഹം കൊണ്ടല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താണെങ്കിലും നമ്മൾ സ്ഥലത്ത് നടന്നു പോവുകയാണെങ്കിൽ ആ നടക്കാനുള്ളത് അള്ളാഹു തന്നൊരു കഴിവാണ്, അനുഗ്രഹമാണ്. കാഴ്ച അള്ളാഹു തന്ന അനുഗ്രഹമാണ്. ഭക്ഷണം അള്ളാഹു തന്ന അനുഗ്രഹമാണ്. നമ്മുടെ വാഹനം അള്ളാഹു തന്ന അനുഗ്രഹമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ അള്ളാഹുവിന് എതിര് പ്രവർത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അനീതിയാണ്, അള്ളാഹുവോട് ചെയ്യുന്ന അനീതിയാണ്. അപ്പോൾ അള്ളാഹുവോടുള്ള കടമകളിൽ അനീതി ചെയ്യില്ലെന്ന് ഒരാൾ തീരുമാനിച്ചാൽ എല്ലാവിധ തെറ്റുകളിൽ നിന്നും മാറി നിൽക്കാൻ അയാൾ ബാധ്യസ്ഥനാകും. പിന്നെ രണ്ടാമത്തെ ഭാഗം അള്ളാഹുവിൻ്റെ സൃഷ്ടികളോടുള്ള കടമകൾ അത് നീതിപൂർവ്വം നിർവഹിക്കുക എന്നുള്ളതാണ്. നമ്മളിൽ നിന്ന് എന്ത് തെറ്റ് സംഭവിക്കുമ്പോഴും ആ തെറ്റ് ഒരു അനീതിയായിട്ടാണ് കണക്കാക്കപ്പെടുക. നമ്മൾ ഒരു കളവ് പറയുമ്പോൾ അല്ല ഒരാളെ നമ്മൾ ചീത്ത പറയുമ്പോൾ അപ്പോൾ അത് അയാളുടെ നമ്മൾ ആ ചീത്ത കേൾക്കാൻ അയാൾ ബാധ്യസ്ഥനല്ല, അയാളെ നമ്മൾ അപമാനിക്കുകയാണ്. അത് എന്താണ്? അനീതിയായിട്ടാണ് വരിക. അപ്പോൾ ഏതൊരു തെറ്റും അനീതിയായിട്ടാണ് വരിക. അപ്പോൾ നമ്മൾ ആളുകളോടുള്ള കടമ നിർവഹിക്കുന്നതിൽ നമ്മൾ കടം വാങ്ങിയാൽ അത് കൊടുക്കുക, എല്ലാ സംഗതികളും വരും. അതിനെയും നമുക്ക് നേരത്തെ അള്ളാഹുള്ള കടമകളെക്കുറിച്ച് പറഞ്ഞ പോലെ നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് പിന്നെ ആളുകളുടെ കടമ നമ്മളോട് മറ്റുള്ളവരെങ്ങനെ പെരുമാറണമെന്നാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതേപോലെ നമ്മൾ അവരോട് പെരുമാറണം. അല്ലാതെ പെരുമാറുമ്പോൾ അതൊക്കെ അനീതിയായിട്ട് വരും, കടമകളുടെ നിർവഹണം അവിടെ ഉണ്ടാവുന്നില്ല. ഉദാഹരണം പറയണമെങ്കിൽ നമ്മുടെ അയൽവാസി ഇപ്പോൾ അവിടെ പ്ലാസ്റ്റിക്കും സാധനങ്ങളൊക്കെ ഇട്ട് കത്തിക്കുകയാണെങ്കിൽ ആ പുക മുഴുവൻ നമ്മുടെ വീട്ടിലേക്കും അടുക്കളയിലേക്കും ജനൽവാതികളുടെ ഉള്ളിലേക്കും വരികയാണെങ്കിൽ അയാൾ നമ്മളോട് ചെയ്യുന്നൊരു അനീതിയല്ലേ. അപ്പോൾ അയാൾ അവിടെ ഇട്ട് കത്തിക്കരുത് നമ്മൾ ആഗ്രഹിക്കുന്നു, അപ്പോൾ നമ്മളിട്ട് കത്തിക്കാൻ പാടില്ല. നമ്മുടെ വേസ്റ്റ് വെള്ളം അയാളെ വേസ്റ്റ് വെള്ളം വരുന്നത് നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മുടെ വേസ്റ്റ് വെള്ളം അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് പോകാൻ പറ്റില്ല. നമ്മുടെ വീട്ടിലെ ശബ്ദം അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെങ്കിൽ നമ്മളത് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് നമ്മൾ മാതാപിതാക്കളെ ബഹുമാനിക്കണ്ടേ അല്ലേ? അപ്പോൾ നമ്മൾ ബഹുമാനിക്കപ്പെടുന്ന നമ്മൾ ആഗ്രഹിക്കണില്ലേ നമ്മുടെ മക്കൾ? അപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ അത് ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ മരുമക്കളോട് നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹം കാണിക്കണം. നമ്മുടെ മരുമക്കൾ നമ്മളോട് സ്നേഹം കാണിക്കണം. എന്തുകൊണ്ട്? അങ്ങനെ നമ്മൾ പെരുമാറണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറണമെന്നാണോ ആഗ്രഹിക്കുന്നത് അതുപോലെ നമ്മൾ പെരുമാറാൻ പാടുള്ളൂ. അതിന് വ്യത്യസ്തമായി പെരുമാറുമ്പോൾ നമ്മൾ നമ്മുടെ കടമകൾ നിറവേറ്റിയില്ല എന്നതാണ് വരിക. അപ്പോൾ നീതിയോടുകൂടെ നമ്മൾ വർത്തിക്കുക എന്ന് പറയുമ്പോൾ അതിലെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മൾ മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറാൻ ഉദ്ദേശിക്കുന്നുവോ അങ്ങനെ തന്നെ നമ്മൾ മറ്റുള്ളവരോട് പെരുമാറണം എന്നുള്ളതാണ് അതിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം.
അതിൽ പിന്നെ നമ്മൾ നിർബന്ധമായി ചിലവഴിക്കേണ്ട കാര്യങ്ങൾ, കടമകൾ, അതൊക്കെ ആ കാര്യങ്ങളിൽ എന്ത് ചെയ്യും, വരും. എങ്കിൽ പോലും ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെ കൃത്യമായി നമ്മൾ പാലിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ തന്നെ നന്നാക്കി തീർക്കാൻ നമുക്ക് ഇതുകൊണ്ട് പറ്റും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.